രാഹുൽ രാഹുൽ പേപ്പർ വന്നിട്ടുണ്ട്. എന്താ അതെന്താ? എന്തായാലും നമ്മൾ തോക്കും. ഖതം. ടാറ്റ ബൈ ബൈ. കൺഗ്രാജുലേഷൻസ്, താങ്കൾ ജയിച്ചിരിക്കുന്നു. A few moments later. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. രാഹുൽ ബ്രോ എന്ത് പണിയാണ് ഈ കാണിച്ചത്? താങ്കളത്തിനെ മലയാളം ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് അത് ഒന്ന് പോയാൽ മറ്റൊന്ന് കിട്ടല്ലോ. ഇപ്പൊ രണ്ടിലും ജയിച്ചല്ലോ, ഇനിയിപ്പോ എന്നായി? ഞാൻ രണ്ടും എടുത്തോട്ടെ. അത് പറ്റില്ല, ഹിന്ദിയോ മലയാളം ഏതെങ്കിലും ഒന്നേ പറ്റൂ. ഒരെണ്ണം എന്റെ പെങ്ങ് കൊടുത്തോട്ടെ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഒരു പഴയ പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. കാളകിടക്കും കയറോടും. ഇത് മനസ്സിലാവാത്ത നിങ്ങൾ ടുടു. എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട് ചന്ത. സൊമാറ്റോന്ന് ഓർഡർ ചെയ്ത ഫുഡ് വന്നായിരുന്നു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്നാ നമുക്ക് അപ്പുറത്തെ തെങ്ങിൻ തോപ്പിൽ പോയി തേങ്ങ എടുക്കാം. തേങ്ങ എടുക്കാനാണെങ്കിൽ നമുക്ക് ബോംബ് സ്ക്വാഡിനെ വിളിച്ചെടുപ്പിച്ചാലോ? തെങ്ങുംതോപ്പിലെ തേങ്ങ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാണ് ഒറ്റപ്പെട്ട സംഭവമാവുന്നത്? ബാക്കിയുള്ളിടത്തൊക്കെ മാങ്ങാ തോപ്പിന്നാണോ തേങ്ങ വീഴുന്നത്? ഇങ്ങനെ പോയാലുണ്ടല്ലോ ഇന്റർനാഷണൽ ലെവലിൽ ടെൻപി നാണം കെടുന്ന സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നാക്കാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർ വരുന്നുണ്ട്. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. നീയൊക്കെ എന്തുണ്ടാക്കി എന്നാടാ പറയണ പട്ടികളെ? 10ാം ക്ലാസ് കോപ്പി അടിച്ച് പാസ്സായവനാടാ ഞാൻ. കേട്ടോടാ പട്ടികളെ, നാണമില്ലല്ലോടാ നിനക്കൊക്കെ മാർക്ക് കിരന്ന് വാങ്ങാൻ. ഓരോന്നുമാര് വന്നേക്ക് വന്നു. ഇങ്ങനെയല്ല, മോട്ടിവേറ്റ് ചെയ്യും. കൂടെ എന്നെ പറ്റി കുറച്ചൊന്ന് പൊക്കി പറയണേ. പൊക്കി പറഞ്ഞല്ലേ? ഇതുപോലത്തെ ഒരു പട്ടിത്തെണ്ടി നാരിച്ചെറ്റന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ വന്നേക്കുന്നു. ഇതൊക്കെ ഇവിടെ വെച്ച് തീർന്നാ തീർന്നു. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു വീഡിയോ ഇടും. അതൊക്കെ നിനക്കൊക്കെ ദോഷകരമായിരിക്കും. ഞാൻ തെറി പറയാത്തത് എൻ്റെ ഒരു മാന്യത. കേരള പട്ടിത്തെണ്ടി നാരിച്ചെറ്റ. A few moments later. എന്നെ തല്ലാനെങ്കിലും നീയൊക്കെ ഒന്നിച്ചല്ലടാ പട്ടികളെ.